NMCA Plus 2 Exam Special Part 5 സൈക്ലോട്രോണിൽ നിന്ന് മൂന്നാല് ചോദ്യങ്ങൾ. ആദ്യത്തെ, ഷോ ദാറ്റ് ദി എനർജി ഓഫ് ആൻ അയോൺ ഓഫ് മാസ് m and charge q which is circulating within the Ds of a cyclotron along a path of radius r is such as to correspond to a total acceleration through an equivalent voltage V equals b square q r square by 2m. Capital B square q r square by 2m. ഇതാണ് ചോദ്യം. അതായത് എം മാസ് ഉള്ള ഒരു അയോൺ, 6 റേഡിയസ് ഉള്ള ഒരു സർക്കിളിൽ ഒരു അയോൺ കറങ്ങുമ്പോൾ അതിന് ഇക്വലൻ്റ് ആയിട്ട് വി വോൾട്ട് ഇത് ആക്സിലറേഷൻ, ഇതേ എനർജി കിട്ടുന്ന വി വോൾട്ടിൽ ആക്സിലറേറ്റ് ചെയ്താൽ ഇതേ എനർജി കിട്ടുന്നെങ്കിൽ ആ വി ഈക്വൽസ് ബി സ്ക്വയർ ക്യൂ ആർ സ്ക്വയർ ബൈ 2m എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്കറിയാം, എനർജി സൈക്ലോട്രോണിൽ 6 റേഡിയസിൽ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ അയോണിൻ്റെ എനർജി ഇ ഈക്വൽസ് ബി സ്ക്വയർ ക്യൂ സ്ക്വയർ ആർ സ്ക്വയർ ബൈ 2m. ഇതേ അയോൺ വി വോൾട്ട് ഉപയോഗിച്ച് ആക്സിലറേറ്റ് ചെയ്താൽ കിട്ടുന്ന എനർജി വി ക്യൂ. വർക്ക് പൊട്ടൻഷ്യൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ചാർജ്. അപ്പോൾ വർക്ക് ഈക്വൽസ് വോൾട്ടേജ് ഇൻറ്റു ചാർജ്, വി ഇൻറ്റു ക്യൂ. ആ വർക്ക് എനർജി ആയിട്ട് മാറുന്നത്. അപ്പോൾ ഈയുടെ സ്ഥാനത്ത് വി ക്യൂ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വി ക്യൂ ഈക്വൽസ് ബി സ്ക്വയർ ക്യൂ സ്ക്വയർ ആർ സ്ക്വയർ ബൈ 2m. ഒരു ക്യൂ അങ്ങ് ക്യാൻസൽ ചെയ്യും, പോയിട്ട് വി ഈക്വൽസ് ബി സ്ക്വയർ ക്യൂ ആർ സ്ക്വയർ ബൈ 2m. That is the answer. അടുത്തത്, ഷോ ദാറ്റ് ദി റേഡിയസ് r of the path of a particle inside the Ds of a cyclotron is proportional to square root of n, small letter n, where n is the number of times the particle has been crossing the gap between the Ds. മുമ്പ് എടുത്ത റിലേഷൻ തന്നെ എനർജി 6 റേഡിയസ് ഉള്ള ഓർബിറ്റിൽ സൈക്ലോട്രോണിൽ കറങ്ങുമ്പോൾ അതിൻ്റെ ടോട്ടൽ എനർജി ഇ ഈക്വൽസ് ബി സ്ക്വയർ ക്യൂ സ്ക്വയർ ആർ സ്ക്വയർ ബൈ 2m. ഈ ഡി തമ്മിലുള്ള രണ്ട് ഡീസിന് ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ നമ്മൾ കൊടുക്കുന്ന ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് വി എങ്കിൽ ആ ഗ്യാപ്പ് ക്രോസ് ചെയ്യുമ്പോൾ, ഒരു തവണ ക്രോസ് ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന എനർജി വി ക്യൂ ആണ്. അപ്പോൾ n പ്രാവശ്യം ക്രോസ് ചെയ്യുമ്പം കിട്ടുന്ന ടോട്ടൽ എനർജി n ഇൻറ്റു ക്യൂ വി. അപ്പോൾ ഈയുടെ സ്ഥാനത്ത് അതങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ n ക്യൂ വി ഈക്വൽസ് ബി സ്ക്വയർ ക്യൂ സ്ക്വയർ ആർ സ്ക്വയർ ബൈ 2m. ഇവിടെ നിന്ന് ബി ക്യൂ എം ഒക്കെ കോൺസ്റ്റൻ്റാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരിട്ട് കിട്ടുന്ന റിലേഷൻ ആർ സ്ക്വയർ റൈറ്റ് സൈഡിലുണ്ട്, ലെഫ്റ്റ് സൈഡിൽ n. ആർ സ്ക്വയർ ഈസ് പ്രൊപ്പോർഷണൽ ടു n എന്ന് മനസ്സിലാക്കാം. ഓർ ആർ ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് n. അതത്രേ ഉള്ളൂ. അടുത്ത, എ പ്രോട്ടോൺ ഈസ് ആക്സിലറേറ്റഡ് ഇൻ എ സൈക്ലോട്രോൺ ഓഫ് d റേഡിയസ് ക്യാപിറ്റൽ R ആൻഡ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി അല്ലെ സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ബി, ക്യാപിറ്റൽ ബി. വാട്ട് ഈസ് ദി മാക്സിമം എനർജി ഓഫ് ദി പ്രോട്ടോൺ
when it comes out of the cyclotron in million electron volt. ഈ യുടെ ഫോർമുല ഇപ്പോൾ ഉപയോഗിച്ചാൽ പ്രോട്ടോൺ ആകുമ്പം ചാർജ് ക്യൂവിൻ്റെ സ്ഥാനത്ത് ഇ. അപ്പോൾ ഇ ഈക്വൽസ് ബി സ്ക്വയർ ഇ സ്ക്വയർ റേഡിയസ് മാക്സിമം ഡി റേഡിയസ് ക്യാപിറ്റലാണ്. അപ്പോൾ ആർ സ്ക്വയർ ബൈ 2m. ഇത് ജൂളിലാണ്. ഇതിനെ ഇലക്ട്രോൺ വോൾട്ട് ആക്കണമെങ്കിൽ നമുക്കറിയാം 1 ഇലക്ട്രോൺ വോൾട്ട് ഈസ് 1.6 × 10⁻⁻19 ജൂളാണ്. 1.6 × 10⁻⁻19 എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ ചാർജ് നമ്പർ ഇ ആണ്. അപ്പോൾ 1 ഇലക്ട്രോൺ വോൾട്ട് ഈസ് ഇ ജൂൾ എന്ന് പറയാം. എങ്കിൽ ജൂളിനെ ഇലക്ട്രോൺ വോൾട്ട് ആക്കാൻ ഇ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇതിനെ ഇ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ബി സ്ക്വയർ ഇ ആർ സ്ക്വയർ ബൈ 2m എന്ന് വരും. ഇപ്പോൾ ഇലക്ട്രോൺ വോൾട്ടിലായി. ഇതിനെ മില്യൺ ഇലക്ട്രോൺ വോൾട്ട് ആക്കാൻ 1 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ 10⁻⁶ ആണ്. 10⁻⁶ ഇലക്ട്രോൺ വോൾട്ടാണ് 1 മില്യൺ ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ ഈ ഇലക്ട്രോൺ വോൾട്ടിനെ മില്യൺ ഇലക്ട്രോൺ വോൾട്ട് ആക്കാൻ 10⁻⁶ കൊണ്ട് ഡിവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ 10⁻⁻6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ചുരുക്കത്തിൽ എനർജി ഇൻ മില്യൺ ഇലക്ട്രോൺ വോൾട്ട് ഈസ് ബി സ്ക്വയർ ഇ ആർ സ്ക്വയർ ബൈ 2m ഇൻറ്റു 10⁻⁶ MEV. അതാണ് ആൻസർ. ശ്രദ്ധിച്ചോണം, ബി സ്ക്വയർ ഇ ആർ സ്ക്വയർ ബൈ 2m. ഒരു ഇ അങ്ങ് ക്യാൻസൽ ചെയ്യും ഇലക്ട്രോൺ വോൾട്ട് ആകുമ്പോൾ. ഇതാണ് മില്യൺ ഇലക്ട്രോൺ വോൾട്ടിൽ കിട്ടുന്ന എനർജി. അടുത്തത്, ഷോ ദാറ്റ് മൊമെൻറ്റം പി ഓഫ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ accelerated in a cyclotron is proportional to root of n, where n is the number of times the particle crosses the gap between the days. ഈ സൈക്ലോട്രോണിൽ നിന്ന് ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിന് കിട്ടുന്ന എനർജി, കൈനറ്റിക് എനർജി ഫോർമുല നമുക്കറിയാം. മൊമെൻറ്റം പി ആണെങ്കിൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ പി സ്ക്വയർ ബൈ 2m. ഇത് ഗ്യാപ്പിനെ ഒരു പ്രാവശ്യം ക്രോസ് ചെയ്യുമ്പം കിട്ടുന്ന എനർജി ഇ വി. മുമ്പേ കണ്ടതാണ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ n ടൈംസ് ക്രോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എനർജി n ഇൻറ്റു ഇ വി. ഇവിടെ എമ്മും ഇ വി ഒക്കെ കോൺസ്റ്റൻസാണ്. അപ്പോൾ മൊമെൻറ്റം പി സ്ക്വയർ ഈസ് പ്രൊപ്പോർഷണൽ ടു n എന്ന് ഇവിടെ എടുക്കാം. ലെഫ്റ്റ് സൈഡിൽ പി സ്ക്വയർ ഉണ്ട്, റൈറ്റ് സൈഡിൽ n ഉണ്ട്. ഓർ പി ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് n. Another one, show that momentum, a charged particle is accelerated by a cyclotron. As the particle moves towards the outer orbits, its mass increases by 1% due to relativistic effect. What change must be made to the AC voltage applied across the Ds to keep the voltage, AC voltage, in phase with the revolution of the particle? ഈ റിലേഷൻ ഓർത്തിരിക്കണം. സൈക്ലോട്രോൺ ഫ്രീക്വൻസി, മാഗ്നറ്റിക് ഫീൽഡ് അല്ല, സൈക്ലോട്രോണിൽ പാർട്ടിക്കിൾ കറങ്ങുമ്പോൾ ഒരു കറക്കത്തിന് എടുക്കുന്ന ഒരു സെക്കൻഡിലെ നമ്പർ ഓഫ് റെവല്യൂഷൻസ് അല്ല ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻസ്, അതിനാണല്ലോ സൈക്ലോട്രോൺ ഫ്രീക്വൻസി എന്ന് പറയുക. എഫ് ഈക്വൽസ് ബി ക്യൂ ബൈ 2πm. ബി ക്യൂ 2π ഇതെല്ലാം കോൺസ്റ്റൻസാണ്. അപ്പോൾ എഫ് ഈക്വൽസ് ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ എഫ് ഈക്വൽസ് k/m എന്ന് എടുക്കാം. അതിൻ്റെ ലോഗ്. അപ്പോൾ അപ്ലൈഡ് എ സി വോൾട്ടേജിൻ്റെ ഫ്രീക്വൻസിയും ഈ ഫ്രീക്വൻസിയും ഈ റെവല്യൂഷണൽ ഫ്രീക്വൻസിയും തുല്യമാകുമ്പോഴാണ് സൈക്ലോട്രോൺ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇതിന് കൃത്യസമയത്ത് എനർജി കിട്ടുകയും ആക്സിലറേറ്റഡ് ആകുകയും ചെയ്യും. എനർജി കൂടിക്കൂടി വരണമെങ്കിൽ ഈ
പാർട്ടിക്കിൾ കറങ്ങുന്ന ഫ്രീക്വൻസിയും ഡീസിനിടയ്ക്ക് അപ്ലൈ ചെയ്യുന്ന എ സി വോൾട്ടേജിൻ്റെ ഫ്രീക്വൻസിയും തുല്യമായിരിക്കണം. എഫ് ഈക്വൽസ് കെ ബൈ എം. ഇവിടെ ഇപ്പോൾ മാസ് കൂടുന്നുണ്ട്, റിലേറ്റിവിസ്റ്റിക് എഫക്റ്റ് കൊണ്ട്. മാസ് കൂടുമ്പോൾ റെവല്യൂഷൻ ഫ്രീക്വൻസി കുറയും. അപ്പോൾ അപ്ലൈഡ് എ സി വോൾട്ടേജും അതിൻ്റെ ഫ്രീക്വൻസി മാറ്റുന്നില്ലെങ്കിൽ ഇത് ഔട്ട് ഓഫ് ഫേസ് ആകും. എനർജി കൂടുന്ന പ്രക്രിയ അവതാളത്തിലാകും. അപ്പോൾ എ സിയുടെ ഫ്രീക്വൻസി ഇതിനനുസരിച്ച് മാറ്റണം. അതെങ്ങനെ മാറ്റണമെന്നാണ് ചോദ്യം. ഇതിപ്പോൾ എളുപ്പം ചെയ്യാനുള്ള മാർഗം, ഇതിൻ്റെ ലോഗൃതം അങ്ങ് എടുക്കുക. ലോഗ് എഫ് ഈക്വൽസ് ലോഗ് കെ മൈനസ് ലോഗ് എം. ഇതിൻ്റെ ഡിഫറൻഷ്യൽ എടുക്കുക. അപ്പോൾ ലോഗ് എഫിൻ്റെ ഡിഫറൻഷ്യൽ 1/f ഇൻറ്റു ഡി എഫ് അല്ലെ df/f ഈക്വൽസ് ലോഗ് കെ കോൺസ്റ്റൻ്റാ, ഡിഫറൻഷ്യൽ 0 മൈനസ് ലോഗ് എമ്മിൻ്റെ ഡിഫറൻഷ്യൽ മൈനസ് dm/m. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം പെർസെൻറ്റേജ് ആകും. അപ്പോൾ df/f ഇൻറ്റു 100 ഈക്വൽസ് മൈനസ് dm/m ഇൻറ്റു 100. dm/m ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ മാസ. അതിവിടെ 1% എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ df/f ഇൻറ്റു 100 ഈക്വൽസ് -1. 1% എന്നുള്ള പ്ലസ്സാ, പക്ഷേ ഇവിടെ മൈനസ് ഉണ്ട്. അപ്പം മൈനസ് ഓഫ് +1 ദാറ്റ് ഈസ് -1. ഇതിൻ്റെ അർത്ഥം എന്താ? ഫ്രീക്വൻസി ചേഞ്ചിൻ്റെ പെർസെൻറ്റേജ് -1 ആയിരിക്കണം, എങ്കിലേ ഇൻ ഫേസ് ആവത്തുള്ളൂ. -1 അതിൻ്റെ അർത്ഥം തന്നെ ഫ്രീക്വൻസി കുറയ്ക്കണം. അപ്ലൈഡ് എ സി വോൾട്ടേജിൻ്റെ ഫ്രീക്വൻസി 1% കണ്ട് കുറയ്ക്കണം ടു കീപ്പ് ഇറ്റ് ഇൻ ഫേസ് വിത്ത് ദി revolving particle. അപ്പോൾ ഫ്രീക്വൻസി ഓഫ് ദി എ സി മസ്റ്റ് ബി ഡിക്രീസ്ഡ് ബൈ 1%. മൈനസ് ഉള്ളതുകൊണ്ട് ഡിക്രീസ് എന്ന് പറയുന്നു. ഈ ചോദ്യങ്ങൾ ബോർഡ് എക്സാമിനേഷൻ ചോദിക്കാം, അതേപോലെ ഇത് എൻട്രൻസിനും ചോദിക്കാം. ഇമ്പോർട്ടൻ്റാണ്. കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ വീണ്ടും കാണും. താങ്ക് യു.